എൻ്റെ തെറപ്പി റൂമിലേക്ക് വരുന്ന അടുപ്പമുള്ള വളരെ പേർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടിരുന്നാൽ അതെങ്ങനെയാണ് അതുമായിട്ട് പൊരുത്തപ്പെടുന്നത്, എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്യാതിരിക്കുന്നത്? അവിടെയാണ് ഹീലേഴ്സിന് ഹീലിംഗ് ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. ഒരാളെ ഹീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ ശരിയായ വിധത്തിൽ അഡ്രസ്സ് ചെയ്തിരിക്കും. ഞാൻ ചെയ്യാത്ത ഒരു തെറപ്പിയും മുഡാലിറ്റിയും മറ്റുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാറില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്കൊരുപാട് സങ്കടങ്ങൾ വരും. എത്ര ഹീലിംഗിലേക്ക് പോയാലും വീണ്ടും വീണ്ടും ലെയേഴ്സ് ഓഫ് പെയിൻ, അതിൻ്റെ റെസിഡ്യൂവൽസ് എക്സിസ്റ്റ് ചെയ്യാം. അപ്പോഴൊക്കെയും സ്വയം ഹീലാവണമെന്നുള്ള ആ ഒരു ആത്മബോധം നമുക്കുണ്ടാവണം. ഹീലിംഗ് എന്ന് പറയുന്നത് മാനസിക രോഗത്തിനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. മനസ്സുള്ള എല്ലാവർക്കും അത് ആവശ്യമാണ്. നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, നമ്മുടെ ട്രോമ ഹീൽ ചെയ്യാതെ നമുക്കൊരാളെ ഹീലാക്കാനുള്ള പവർ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ സങ്കടം കേൾക്കുന്നതിന് മുന്നേ തന്നെ നാം എത്രയോ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഭാരത്തെ നമ്മൾ ശരിയായ വിധം അഡ്രസ്സ് ചെയ്യുകയും മറ്റൊരു തെറപ്പിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് നമ്മളത് ഹീൽ ചെയ്യുകയും ചെയ്യും. ഈ മേഖലയിലുള്ള ഓരോരുത്തർക്കും അത് ആവശ്യം തന്നെയാണ്. അവിടെ മനുഷ്യരെ മനുഷ്യരായി കാണാനും അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവരുടെ സങ്കടങ്ങളെ അവരുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു പവർ കിട്ടും. ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവർ നല്ല ശക്തരായിട്ടുള്ള ഹീലേഴ്സ് ആവുക തന്നെ ചെയ്യും. അവർക്ക് മറ്റുള്ളവരെ അവരുടെ ഏത് സങ്കടത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും പൊക്കിയെടുക്കാനുള്ള പവറുണ്ടാവും. ഓരോന്നും ശ്രദ്ധാപൂർവം നോക്കി നമ്മുടെ മുന്നോട്ടുള്ള വഴികളെ ശ്രദ്ധിച്ചുകൊണ്ട് ഉള്ളിലുള്ള കുട്ടിക്കാലം മുതൽ നമ്മൾ പേറുന്ന ഓരോ ബുദ്ധിമുട്ടിനെയും ശരിയായ വിധം അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതം വളരെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസായി മാറുക തന്നെ ചെയ്യും.